ബ്യൂട്ടിഫുൾ സോൾസ്. നമ്മൾ കുട്ടിയിലെ സൈക്കിൾ ഓട്ടാൻ പഠിച്ചത് ഓർക്കുന്നുണ്ടോ? എങ്ങനെയായിരുന്നു അത് പഠിച്ചത്? ഒരുപാട് പ്രാവശ്യം വീണു. അത് കഴിഞ്ഞിട്ടോ കൈയും കാലൊക്കെ പൊട്ടി കരഞ്ഞ് നമ്മളിനി സൈക്കിൾ എടുക്കില്ല എന്ന് വരെ തീരുമാനിക്കും. ആര്? നമ്മളോ? എവിടെ അല്ലേ? പിറ്റേ ദിവസം കാലത്താകുമ്പോഴേക്കും ഈ മുറിയുടെ വേദനയൊക്കെ മാറിയിട്ടുണ്ടാവും. നമ്മൾ പിന്നെ സൈക്കിൾ എടുക്കും. അത്രയേ ഉള്ളൂ ലൈഫും. നമ്മുടെ ഈ ബാലൻസ് എന്ന് പറയുന്നുണ്ടല്ലോ, അത് നമ്മൾ പയ്യെ 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 ഗെയിൻ ചെയ്യുന്നതാണ്. പക്ഷെ ലൈഫിലൊരു വ്യത്യാസമുണ്ട്. എപ്പോൾ വേണമെങ്കിൽ കയ്യിൽ നിന്ന് പോവാം. ചിലപ്പോൾ ഒരു അസുഖത്തിൻ്റെ പേരിലോ ചിലപ്പോൾ എന്ത് വേണമെങ്കിൽ ആവാം. നമ്മുടെ മെൻ്റൽ ഹെൽത്ത് പോലും പോയി വരാം. പക്ഷേ ദാറ്റ്സ് നോട്ട് ദ എൻഡ്. അതാണ് ഞാൻ പറയാൻ വന്നത്. ഒരിക്കലും അതൊരു അവസാനമാണെന്ന് വിചാരിക്കരുത്. സൈക്കിൾ ബാലൻസ് പോലെ ഒരിക്കൽ ഗെയിൻ ചെയ്ത് കഴിഞ്ഞാൽ അതൊരിക്കലും പോവില്ല എന്ന് വിചാരിക്കരുത്. എപ്പോൾ വേണമെങ്കിൽ പോവാം. ആൻഡ് ഇറ്റ്സ് ഓക്കെ. അതാണ് മനസ്സിലാക്കേണ്ടത്. ഇറ്റ്സ് ഓക്കെ ടു ലൂസ് ബാലൻസ്. ബട്ട് നമ്മൾക്ക് സപ്പോർട്ടിങ് വീലായിട്ടുള്ള ആൾക്കാരാണ് നമ്മുടെ ഫ്രണ്ട്സ്, നമ്മുടെ ഫാമിലി, നമ്മുടെ കൂടെ നമ്മുടെ വിഷമത്തിലൊക്കെ ചേർന്ന് നിൽക്കുന്ന ആൾക്കാർ. അവർ സ്ട്രോങ് ആയിക്കഴിഞ്ഞാൽ നമ്മൾ പിന്നെയും തിരിച്ചു വരും അല്ലേ? അല്ലെങ്കിലും നമ്മുടെ മൈൻഡ് അത്രയേറെ സ്ട്രോങ് ആയിട്ടുള്ളൊരു സംഗതിയാണ്. നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കിയാൽ ഏറ്റവും കൂടുതൽ ഫെയിലിയേഴ്സ് വന്നിട്ടുള്ള ആൾക്കാരാണ് ഏറ്റവും വലിയ വിജയങ്ങൾ നേടിയിട്ടുള്ളത്. സോ ഇറ്റ്സ് ഓക്കെ ടു ലൂസ് ബാലൻസ്. ഹാപ്പി റിഫ്ലെക്റ്റിംഗ്.